എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ വാർത്തയിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിന്റെ നേതൃത്വത്തിൽ എല്ലാ വ്യാഴാഴ്ചകളിലും നടന്നു വരുന്ന വിശക്കുന്ന വേർന്നൊരു കുറിച്ചോറ് എന്ന ജീവകാരുണ്യ അന്നദാന പദ്ധതി മറ്റു ദിവസങ്ങളിൽ സ്പോൺസർമാർക്കനുസരിച്ചിട്ടാണ് നടത്തുന്നത്. ഓരോ വീടുകളിലും നടക്കുന്ന വാർഷികം സ്മരണകൾ ഓരോ വാർഷികവുമായി ബന്ധപ്പെട്ട് ചരമവാർഷികവുമായി ബന്ധപ്പെട്ടുള്ള സ്മരണകളും കൂടി ഉൾപ്പെടുത്തിയിട്ടാണ് ഈ ഒരു പരിപാടി സ്പോൺസർമാർ വരുന്നത്. ഇന്ന് ദാമോദർ രാജിൻ്റെ 1ാം ചരമവാർഷികത്തോടെ നമ്മുടെ പൈതൃകം സെക്രട്ടറി കൂടിയായ പൊതുപ്രവർത്തകൻ മധു കെ നായരുടെ ബ്രദറിൻലോ കൂടിയാണ് അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികവുമായി ബന്ധപ്പെട്ട് ആണ് ഇന്ന് പായസമടക്കമുള്ള ഭക്ഷണം നൽകുന്നത്. യോഗം തുടങ്ങുന്നതിൻ്റെ ഭാഗമായിട്ട് സ്വാഗതം ആശംസിക്കുന്നതിനും ആദരാഞ്ജലികൾ അർപ്പിക്കുന്നതിനുമായിട്ട് കൺവീനർ മുരളീധര കൈമള സ്നേഹത്തോടുകൂടി. എല്ലാവർക്കും നമസ്കാരം. നേരത്തെ പറഞ്ഞമാതിരി 9 വർഷത്തിലധികമായിട്ട് ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ആഭിമുഖ്യത്തിൽ അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ജീവകാരുണ്യ പദ്ധതികളിലൊന്നായ വിശക്കുന്ന വയറിനൊരു പൊതുച്ചോറ് പ്രധാനമന്ത്രിയോട് നമുക്കറിയാം. നമ്മളെല്ലാ വ്യാഴാഴ്ചകളിലുമാണ് ഇത് വിഭാവനം ചെയ്തിരുന്നെങ്കിലും മറ്റു ദിവസങ്ങളിലും ആഴ്ചയിൽ മറ്റു ദിവസങ്ങളിലും സ്പോൺസർമാരുടെ സൗകര്യാർത്ഥം നമ്മളോട് ഈ അന്നദാനം നടത്തുന്നുണ്ട്. നമ്മളോട് സഹകരിക്കുന്ന എല്ലാവരോടുള്ള നന്ദി കടപ്പാട് ഞാൻ അവസരത്തിൽ രേഖപ്പെടുത്തുകയാണ്. ഇന്ന് നമുക്ക് വേണ്ടിയിട്ട് ഈ പരിപാടി സ്പോൺസർ ചെയ്തിരിക്കുന്നത് ചാമുണ്ടേശ്വരി ക്ഷേത്രം റോഡ് SRK ഗോവർദ്ധനിൽ CL ദാമോദർ രാജ്. അദ്ദേഹം അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറാണ്. ഇൻകം ടാക്സ് അഡ്മിനിസ്ട്രേറ്റീവ് ഓഫീസറായിട്ട് റിട്ടയർ ചെയ്ത ആളാണ്. അദ്ദേഹത്തിൻ്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളാണ് ഈ പരിപാടിയോട് നമുക്കൂടി ചെയ്യുന്നത്. ആ കുടുംബാംഗങ്ങളോട് നന്ദി അറിയിക്കുന്നതിനോടൊപ്പം പരേതാത്മാവിന് നിത്യശാന്തി ചേർന്നുകൊണ്ട് നമുക്ക് ഒരു നിമിഷം എല്ലാവർക്കും പ്രാർത്ഥിക്കാം. എൻ്റെ കർത്തവ്യം നിങ്ങളെ സ്വാഗതം ചെയ്യുക എന്നുള്ളതാണ്. ഇന്നത്തെ ഈ പരിപാടിയുടെ അധ്യക്ഷത അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, പൈതൃകം കരുവണപുരം മുതലായ സാമൂഹിക സാംസ്കാരിക സംഘടനകളൊക്കെ നേതൃത്വം വഹിച്ചുകൊണ്ട് ഗുരുവായൂർ സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ സമയം ചെലവഴിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ കാര്യങ്ങളും മുൻപന്തിയിൽ നിന്നുകൊണ്ട് നേതൃത്വം പദവി അലങ്കരിക്കുന്ന വ്യക്തിയാണ് അദ്ദേഹത്തെ സാക്ഷ്യം പറഞ്ഞത്. അടുത്തായിട്ടും മാധ്യമ ഉദ്ഘാടനം ചെയ്ത ശ്രീ മധു ആണ്. നേരത്തെ പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ബ്രദറുകളും കൂടിയാണ്. പൈതൃകത്തിൻ്റെ സജീവ സാന്നിധ്യമാണ് അദ്ദേഹത്തിൻ്റെ സാക്ഷ്യം. ഫസ്റ്റമൻ ടീച്ചറെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾ ആരംഭകാലം തൊട്ട് തന്നെ ഇതിൻ്റെ നട്ടലായി പ്രവർത്തിച്ചു വരുന്ന വ്യക്തിത്വത്തിനുടമയാണ്. നമ്മളെ ഓണത്തിനും വിഷുവിനൊക്കെയുള്ള സദ്യ അവരുടെ വീട്ടിൽ വെച്ച് നമ്മൾ നടത്തുന്ന ഒരുപാട് കഷ്ടനഷ്ടങ്ങൾ സഹിച്ചും നമ്മളെ സഹായിക്കാൻ തൽപരമാണ് ടീച്ചറെ ഇതിലേക്ക് സാധിക്കും. മുരളി അകുമ്പടി ഗുരുവായൂർ കൃഷ്ണാണി ആശാനാണ്. നമ്മുടെ അന്നദാനത്തിനോടൊപ്പം വസ്ത്രദാനം എന്ന പരിപാടിയുടെ കൺവീനർ കൂടിയാണ് അദ്ദേഹം. അദ്ദേഹത്തെ വേദിയിലേക്ക് സാക്ഷ്യമാക്കി ചന്ദ്രേട്ട് തിരുപ്പതി എന്ന് റിട്ടയർ ചെയ്തതിനു ശേഷം നമ്മളോടൊപ്പം സഹായിച്ച് പ്രവർത്തിക്കുന്ന വ്യക്തിത്വത്തിനോട് ചന്ദ്രേട്ടൻ സഹായം കൊള്ളുന്നു. ബിജു ഉപ്പുങ്ങൽ അദ്ദേഹത്തെ വേദിയിലേക്ക് സഹായം കൊള്ളുന്നു. ജയൻ നമ്മളെ സജീവ പ്രവർത്തകനാണ്. ജയന് സഹായം കൊള്ളുന്നു. PMG ഗുരുവായൂർ, ഇത് നമ്മുടെ യൂട്യൂബിലൂടെയും ഫേസ്ബുക്കിലൂടെയും എല്ലാം നിങ്ങളെ അറിയിക്കാൻ നമ്മളെ സഹായിക്കുന്ന വ്യക്തിത്വത്തിനോടാണ്. PMGയെ സഹായിച്ചു കൊള്ളുന്നു. രാജേഷൻ ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറാണ്. രാജേഷിനെ സഹായിച്ചു കൊള്ളുന്നു. ആളുകളാണ്. നമ്മുടെ സജീവമായിട്ട് നമ്മൾ സഹകരിക്കുന്ന വ്യക്തിയാണ്. ദിവാരേട്ടനെ ഇതിലേക്ക് സാധ്യതയുള്ളൂ. ഓരോരുത്തരും ഈ അനുവാദം അപ്പോൾ ഈ പറഞ്ഞതുപോലെ നമ്മുടെ ഈ ജീവിതത്തിൽ ചെയ്യാവുന്ന ഏറ്റവും വലിയ ഒരു കർമ്മമാണ്, ദാനമാണ് അന്നദാനം. മതിയായി എന്ന് പറയാവുന്ന ഒരു ദാനമാണ്. ഇപ്പോൾ ഓണത്തിന് നമുക്ക് ചേംബർ ഓഫ് കൊമേഴ്സ് ജനകീയ ഓണസദ്യ നടത്തുകയാണ്. നമ്മളെല്ലാവരും ഓണത്തിന് സമൃദ്ധമായി ഭക്ഷണം കഴിക്കുമ്പോൾ അന്ന് അതിന് കഴിയാത്തവർക്ക് ഭക്ഷണം നൽകുന്നതിനാണ് ചേംബർ ഓഫ് കൊമേഴ്സ് ഓണത്തിൻ്റെ അന്ന് തന്നെ ജനകീയ ഓണസദ്യ നടത്തുന്നത്. ഓണപ്പുടവയും നൽകുന്നുണ്ട്. അപ്പോൾ ആഗ്രഹമുള്ളവർക്ക് ഒരു ആൾക്ക് ഭക്ഷണവും പുടവയും നൽകുന്ന 200 രൂപയാണ് ഉദ്ദേശിക്കുന്നത്. ആ 200 രൂപ ഒരാൾക്കായിട്ട് സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ള 5 പേർക്കോ 10 പേർക്കോ സ്പോൺസർ ചെയ്യാൻ താല്പര്യമുള്ളവർ ആ വിവരങ്ങൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികളിൽ അറിയിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് 4-ാം തീയതി ഉദ്ഘാടന ദിവസവും ഇവിടെ ഭക്ഷണം നൽകുന്നുണ്ട്. അതിനെല്ലാവരും എത്തണം. അന്ന് ഓണത്തിനുള്ള കൂപ്പണുകൾ നൽകുന്നതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഈ യോഗം ഉദ്ഘാടനം ചെയ്യുന്നതിനാണ് ആരാധനായ മധുഷ്യനായ
എല്ലാവർക്കും നമസ്കാരം. ഗുരുവായൂർ ചേംബർ ഓഫ് കൊമേഴ്സ് കഴിഞ്ഞ 9 വർഷത്തോളമായി ഭഗവാന്റെ ഈ നടയിൽ വിശക്കുന്നവർക്ക് അന്നം നൽകുന്ന ഒരു പുണ്യകർമ്മം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അത് ഇന്ന് എൻ്റെ ഒരു സഹോദരി ഭർത്താവിൻ്റെ 1ാം ചരമവാർഷികത്തോടനുബന്ധിച്ച് അതിനാണ് ഇന്ന് ഈ ഒരു വേദി ആയിരിക്കുന്നത്. എന്തായാലും ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ ഈ ഒരു പ്രവർത്തനം ഏറ്റവും മാതൃകാപരമാണ്. മാത്രമല്ല വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കുക എന്നുള്ള ആ വലിയൊരു കർമ്മത്തിന് നേതൃത്വം നൽകുന്ന ചേംബർ ഓഫ് കൊമേഴ്സിൻ്റെ പ്രത്യേകിച്ചും ഈ ഒരു ചടങ്ങിന് നേതൃത്വം കൊടുക്കുന്ന അഡ്വക്കേറ്റ് രവി ചങ്കത്ത്, മുരളീധര കൈമൾ, അതുപോലെ തന്നെ വസന്തമൺ ടീച്ചർ, മുരളി കമ്പി രാജേഷ് തുടങ്ങിയ എല്ലാ മഹത്തുക്കൾക്കും ഈ ചടങ്ങിൽ എത്തിച്ചേർന്നിരിക്കുന്ന നമ്മുടെ ഏറ്റവും പ്രിയപ്പെട്ട ദിവാകരേട്ടൻ, അതുപോലെ തന്നെ ജയൻ മേനോൻ, ബിജു പുങ്ങൽ തുടങ്ങി ചന്ദ്രേട്ടൻ അടക്കമുള്ള എല്ലാ നല്ല മനസ്സിലും അഭിവാദ്യം അർപ്പിക്കുന്നു. എല്ലാവരും ഈ ഒരു ചടങ്ങിൽ പങ്കെടുത്ത് ഈ ഒരു പുണ്യകർമ്മത്തിൽ സാക്ഷികളാവുന്നതിന് ക്ഷണിക്കുന്നു. നന്ദി, നമസ്കാരം. പായസം കേട്ടാ ചേട്ടാ മധു ആടെ പായസം ഗുരുവായൂരിലെ വാർത്തകളും വിശേഷങ്ങളും അറിയാനായി ഗുരുവായൂർ വാർത്ത യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.